പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ ഇരു സമുദായങ്ങൾ തമ്മിലെ ശത്രുത വളർത്തുന്ന സിനിമയാണെന്ന് RSS മുഖവാരികയായ ഓർഗനൈസർ. എമ്പുരാൻ വിവാദം അപകടകരമായ പ്രവണത എന്ന തലക്കെട്ടിലാണ് ലേഖനം. 2002 ഗുജറാത്ത് കലാപത്തിന്റെ ഏകപക്ഷീയമായ ചിത്രീകരണം മാത്രമല്ല ചിത്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കാൻ കാരണമെന്ന് ലേഖനം പറയുന്നു. ചിത്രം സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകാൻ ശ്രമിക്കുന്ന സന്ദേശമാണ് ആശങ്ക ഉയർത്തുന്നത്. വികലവും ഭിന്നിപ്പിക്കുന്നതുമായ ആഖ്യാനത്തിലൂടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലെ ശത്രുത അപകടകരമാം വിധം വളർത്തുന്ന സിനിമയാണിത്. ചിത്രത്തിലെ സംഭവങ്ങൾ യഥാർത്ഥ ലോകത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവാമെന്ന് ഓർഗനൈസർ പറയുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കൊലപാതകത്തിനും ആക്രമണത്തിനും ചിത്രം പ്രേരിപ്പിക്കുന്നു. പ്രതികാരത്തിന്റെ പേരിൽ അത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു. സർക്കാരിനെതിരായ വികാരങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതുമാണ് സിനിമയെന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തെ പ്രധാന തീവ്രവാദ വിരുദ്ധ ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIA ലോഗോ ദുരുപയോഗം ചെയ്തു. രാജ്യത്തെ ചില ഇസ്ലാമോ ഇടതു ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് NIA, ഇന്റലിജൻസ് ബ്യൂറോ പോലുള്ള ഏജൻസികളെ കുറിച്ചുള്ള ചിത്രീകരണം. തീവ്രവാദികളെ ന്യായീകരിക്കുന്നതും മഹത്വവൽക്കരിക്കുന്നതാണ് ചിത്രം. ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രം സയ്യിദ് മസൂദിനും മൗലാന മസൂദ് അസറുമായുള്ള സാമ്യം യാദൃശ്ചികമോ അതോ ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ എന്ന ചർച്ച സിനിമ കണ്ടവർക്കിടയിലുണ്ടെന്ന് ഓർഗനൈസർ പറയുന്നു. ഭീഷ്മം, മുംബൈ പോലീസ് എന്നീ സിനിമകളിൽ നാവികസേനാ ഉദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്നതായും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഉണ്ട മാവോവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഭീഷ്മപർവം അടക്കം മലയാളം, തമിഴ് സിനിമകൾ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. 2022 കേരള എക്സൈസ് ഉദ്യോഗസ്ഥർ പൃഥ്വിരാജ് സുകുമാരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തി കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, കഞ്ചാവ് എന്നിവ ഉൾപ്പെടെ വലിയ അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതായി കണ്ടെത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അറസ്റ്റിലായ നജൂം സലീം സംസ്ഥാനത്തെ മയക്കുമരുന്നിന്റെ പ്രധാന വിതരണക്കാരിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരിക്കുന്നുണ്ടെന്ന് അധികൃതർ സ്ഥിരീകരിച്ചതായും ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നു.